ദൈവനാമം മഹത്വപ്പെടട്ടെ. ആത്മാവിലുള്ള ആരാധന. ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 3-ാം തിരുവചനത്തിലെ ആത്മാവിലുള്ള ആരാധന എന്നത് കേവലം ഒരു വൈകാരിക അനുഭവമല്ല. അത് സഭയുടെ കൂദാശപരമായ ജീവിതവുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആരാധനയിൽ പങ്കെടുക്കുന്ന വിശ്വാസി പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ ദൈവസന്നിധിയിൽ നിൽക്കുകയും ആത്മാവ് വഴിയായി ദൈവത്തോട് ഐക്യപ്പെടുകയും ചെയ്യുന്നതാണ് ആത്മാവിലുള്ള ആരാധന. അത് ക്രിസ്തു നൽകുന്ന സ്വാതന്ത്ര്യത്തിൽ പിതാവാം ദൈവത്തിൻ്റെ സന്നിധിയിൽ ധൈര്യപൂർവം ദൈവ സംസർഗം നടത്തുക എന്നതാണ് ഇവിടെ വിവക്ഷിക്കുന്നത്. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുന്നവരും ക്രിസ്തുവേശുവിൽ പ്രശംസിക്കുന്നവരും ജഡത്തിൽ ആശ്രയിക്കാത്തവരുമായ നാമല്ലോ പരിച്ഛേദനക്കാർ. ആത്മാവിലുള്ള ആരാധന ജഡത്തിലുള്ള ആശ്രയത്വമല്ല, ബാഹ്യപ്രകടനമല്ല, മറിച്ച് മനുഷ്യൻ്റെ സ്വന്തം ചിന്തകൾക്കോ ബാഹ്യമായ ചടങ്ങുകൾക്കോ അപ്പുറം പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാലും ശക്തിയാലും വിശ്വാസി തൻ്റെ ഹൃദയത്തിൻ്റെ വിശുദ്ധീകരണത്തിലും ആത്മാവിൻ്റെ ചൈതന്യത്തിലും പിതാവാം ദൈവത്തോട് നടത്തുന്ന സംസർഗമാണ്. ആരാധനയുടെ ബാഹ്യപ്രകടനങ്ങൾ ആന്തരിക പരിവർത്തനത്തിനും ദൈവ സംസർഗത്തിനും സഹായിക്കുക മാത്രമാണ് ചെയ്യുന്നത്. ആരാധനയുടെ കാതൽ ക്രിസ്തുവാണ്. നാം പ്രശംസിക്കേണ്ടത് നമ്മുടെ കഴിവുകളെയോ പ്രവൃത്തികളെയോ അല്ല, മറിച്ച് ക്രിസ്തു നമുക്കായി ചെയ്ത വീണ്ടെടുപ്പിനെയാണ്. ആത്മാവിലുള്ള ആരാധന എന്നത് നമ്മെ പൂർണ്ണമായും ക്രിസ്തുവിങ്കലേക്ക് കേന്ദ്രീകരിക്കുന്നതാണ്. നമ്മുടെ അഹങ്കാരത്തെ മാറ്റിവെച്ച് ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെയും രക്തത്തിൻ്റെയും പങ്കാളികളാകുമ്പോൾ നാം യഥാർത്ഥത്തിൽ ആത്മാവിൽ ആരാധിക്കുകയാണ്. ആരാധന എന്നത് ആകാശവും ഭൂമിയും ഒന്നിച്ചു ചേരുന്ന ഒരു സ്വർഗീയ അനുഭവമാണ്. പരിശുദ്ധാത്മാവ് സഭയിൽ നിറഞ്ഞു നിൽക്കുന്നത് കൊണ്ട് ആരാധന ആത്മാവിലുള്ളതാണ്. ആരാധന എന്നത് വ്യക്തിപരമായ ഒരു പ്രവർത്തനമല്ല, മറിച്ച് സഭയെന്ന ക്രിസ്തു ശരീരത്തിൻ്റെ ഭാഗമായി പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്ന ഒരു കൂട്ടായ്മയുടെ പ്രവർത്തനമാണ്. പ്രിയമുള്ളവരെ, ആത്മാവിലുള്ള ആരാധന പരിശുദ്ധാത്മാവിനാൽ നയിക്കപ്പെടുന്നതും കൂദാശകളിലൂടെയുള്ള ക്രിസ്തുവിലുള്ള ഐക്യവുമാണ്. പുറമേയുള്ള ചടങ്ങുകൾക്കപ്പുറം ആത്മീയമായ ഹൃദയശുദ്ധിയിൽ ദൈവത്തെ സമീപിക്കുന്നതാണ് യഥാർത്ഥ ആരാധന. സ്വന്തം നന്മകളിലോ നേട്ടങ്ങളിലോ അഹങ്കരിക്കാതെ ക്രിസ്തുവിൽ മാത്രം പ്രശംസിച്ചുകൊണ്ട് ക്രിസ്തുവേശു നമുക്കായി ചെയ്ത കാര്യങ്ങളിൽ മാത്രം സന്തോഷിക്കുകയും അവനെ ഉയർത്തുകയും ചെയ്യുക. ഹൃദയത്തിൻ്റെ ആത്മാർത്ഥതയോട് പരിശുദ്ധാത്മാവിൻ്റെ വഴി നടത്തലിൽ യേശു ക്രിസ്തുവിലൂടെ ദൈവത്തിന് അർപ്പിക്കുന്ന ആരാധനയാണ് ആത്മാവിലുള്ള ആരാധന. കൂദാശകളുടെ രാജ്ഞിയായ വിശുദ്ധ കുർബാനയാണ് ഏറ്റവും വലിയ ആരാധന. സത്യദൈവത്തെ ആത്മാവിൽ ആരാധിക്കുവാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ആരാധന ശരിയായാൽ ജീവിതം ശരിയാകും. അതെ, ആരാധന ശരിയായാൽ ജീവിതം ശരിയാകും. ദൈവനാമം മഹത്വപ്പെടട്ടെ. ആമേൻ.